അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ആ പാക്കേജുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഉണ്ടാക്കിയ പാക്കേജാണ്. ആ പാക്കേജുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യും. സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് വരുത്തിയിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന കസ്തൂരി രംഗനെ സംബന്ധിച്ചിടത്തോളം കസ്തൂരി രംഗൻ റിപ്പോർട്ട് ചില എറർ കടന്നുകൂടിയിട്ടുണ്ട്. ഏരിയൽ സർവേ നടത്തിയത് കൊണ്ടുള്ള എററാണ് വന്നിരിക്കുന്നത്. പ്ലാന്റേഷൻ ഏരിയയൊക്കെ ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനാവശ്യമായ തിരുത്തൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തിരുത്തൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളത് ഈ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ഈ റബ്ബറിന്റെ ഒക്കെ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലൈസേഷൻ നിലയിൽ RBIയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. അവരെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഫലപ്രദമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. ഫെയർ പ്രാക്ടീസ് കോഡ് നടപ്പാക്കാത്ത NBFCസിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകണം. അതുപോലെ തന്നെ കേരളത്തിന്റെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഇപ്പം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പൊതുവായി ഉയർന്നു വന്നൊരു കാര്യം. ആ കാര്യത്തിൽ പൊതുമേഖലാ ബാങ്കുകളോട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകണം എന്നുള്ള ഒരാവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിസന്ധി നേരിടുകയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഇൻകം ടാക്സ് റെയ്ഡുകൾ സഹകാരികൾക്ക് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിക്ഷേപകർ സഹകരണ ബാങ്കുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നത് നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ സഹകരണ പ്രസ്ഥാനത്തെ ഒരു കാരണവശാലും ദുർബലപ്പെടുത്തുന്ന നീക്കം ഉണ്ടാകില്ല എന്ന് അരുൺ ജെയ്റ്റ്ലി ഉറപ്പ് നൽകിയിട്ടുണ്ട്.